ഹരി ഓം നാരായണ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. സൗന്ദര്യലഹരീ കർത്രേ സർവമംഗളദായിനേ ശങ്കരാചാര്യവർയായ യതിരാജായ തേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ മഹാദേവായ നമഃ. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്ലോകം 67. കരാഗ്രേണ സ്പൃഷ്ടം തുഹിനഗിരിണാ വത്സലതയാ ഗിരീശേനോദസ്തം മുഹുരധരപാനാകുലതയാ കരഗ്രാഹ്യം ശംഭോഃ മുഖമുകുരവൃന്തം ഗിരിസുതേ കഥം കാരം ബ്രൂമഃ തവ ചുബുകമൗപമ്യരഹിതം. മഹാദേവിയുടെ മുഖപത്മത്തിന് അഴക് വർദ്ധിപ്പിക്കുന്ന ചുബുകത്തിൻ്റെ വർണ്ണനാതീതമായ സൗന്ദര്യത്തെ പറയുകയാണിവിടെ. അല്ലയോ ഹിമഗിരിസുതേ, നിന്തിരുവടിയുടെ പിതാവായ ഗിരിരാജനായ ഹിമവാൻ തൻ്റെ പുത്രിയോടുള്ള വാത്സല്യാതിരേകത്താൽ നിന്തിരുവടിയുടെ ചുബുകത്തിൽ, അതായത് അമ്മയുടെ താടിയിൽ അരുമയോടെ സ്പർശിക്കുന്നു. നിന്തിരുവടിയുടെ പതിയായ ശ്രീ പരമേശ്വരൻ നിന്തിരുവടിയുടെ അധരപാനത്തിനുള്ള ആകുലത നിമിത്തം ചുബുകത്തെ വീണ്ടും സ്പർശിച്ചുയർത്തുന്നു. ഇവിടെ നിന്തിരുവടിയുടെ മുഖാരവിന്ദത്തെ ദർപ്പണത്തോടെയാണ് ഉപമിക്കുന്നത്. കണ്ണാടി പോലെയുള്ള അവിടുത്തെ തിരുമുഖത്തിൻ്റെ ആധാരദണ്ഡമാണ് നിന്തിരുവടിയുടെ ചുബുകമെന്ന് പറയുന്നു. പിതാവായ ഗിരിരാജനാൽ ഓമനിക്കപ്പെട്ടതും പതിയായ മഹാദേവൻ്റെ കരങ്ങളാൽ ഗ്രഹിക്കപ്പെട്ടതും ആയ മറ്റൊന്നിനോടും ഉപമിക്കാനോ സാദൃശ്യം പറയാനോ കഴിയാത്തതുമായ നിൻതിരുവടിയുടെ ചുബുക കാന്തിയെ എന്തു പറഞ്ഞാണ് വർണ്ണിക്കുകയെന്ന് കവി ചോദിക്കുന്നു. ലോകത്തിൽ ഒന്നിനോടും സാദൃശ്യം പറയാൻ ആവില്ല തന്നെ. ശ്രീ ലളിതാ സഹസ്രനാമത്തിലെ വരികൾ ഓർക്കുക. അനാകലിത സാദൃശ്യ ചിബുക ശ്രീ വിരാജിത. അമ്മേ നാരായണ. കരാഗ്രേണ സ്പൃഷ്ടം തുഹിനഗിരിണാ വത്സലതയാ ഗിരീശേനോദസ്തം മുഹുരധരപാനാകുലതയാ കരഗ്രാഹ്യം ശംഭോഃ മുഖമുകുരവൃന്തം ഗിരിസുതേ കഥം കാരം ബ്രൂമഃ തവ ചുബുകമൗപമ്യരഹിതം. ശ്ലോകം 68. ഭുജാശ്ലേഷാൻ നിത്യം പുരദമയി ദുഃഖണ്ഡകവതീ തവ ഗ്രീവാധത്തേ മുഖകമലനാളശ്രിയമിയം സ്വതശ്വേതാകാളാഗരുബഹുളജംബാലമലിനാ മൃണാളീലാളിത്യം വഹതി യദധോഹാരലതികാ. ശ്രീ മഹാദേവിയുടെ കഴുത്തിൻ്റെ ഭംഗിയെക്കുറിച്ചാണ് പറയുന്നത്. നിന്തിരുവടിയുടെ പതിയായ ശ്രീ മഹാദേവൻ്റെ കരങ്ങളാൽ അവിടുന്ന് എപ്പോഴും ആശ്ലേഷിതയായിരിക്കുന്നു. ആ കാരണത്തിൽ നിന്തിരുവടിയുടെ കഴുത്തിലെ രോമങ്ങൾ സദാ രോമാഞ്ചമണിഞ്ഞിരിക്കുന്നു. അവിടുത്തെ തിരുമുഖത്തിന് വിടർന്ന താമരയോടും രോമാഞ്ചമണിഞ്ഞ ആ നീണ്ട കഴുത്തിന് താമരപ്പൂവിൻ്റെ നാളലക്ഷ്മിയോടും നിന്തിരുവടി കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന വെളുത്ത മുത്തുമാല കാരകിലിൻ്റെ കറ പുരണ്ട് അധികം കറുത്തുപോയതിനാൽ കഴുത്തിൻ്റെ അധോഭാഗത്തെ ചേർത്തണിയപ്പെട്ട മുത്തുമാലയെ താമരവളയത്തോടും സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു. അതായത് ഉപരിഭാഗത്ത് മുഖമാകുന്ന കമലവും അധോഭാഗത്തിൽ മുത്തുമാലയാകുന്ന താമരവളയവും ഇരിക്കുന്നതിനാൽ കഴുത്ത് നാളദണ്ഡമായി, മധ്യത്തിലുള്ള കഴുത്ത് നാളദണ്ഡമായി വിലാസം ചെയ്യുന്നു എന്ന് താൽപ്പര്യം.
ഭുജാശ്ലേഷാന്നിത്യം പുരതമയി ദുഃഖണ്ഡകവതീ തവ ഗ്രീവാധത്തെ മുഖകമലനാളശ്രിയമിയം സ്വതശ്വേതാകാളാഗരുബഹുളജംബാലമലിനാ മൃണാളീലാളിത്യം വഹതി യദധോഹാരലതികാ. ശ്ലോകം 69. ഗളേ രേഖാസ്തിസ്രോ ഗതിഗമഗീതൈകനിപുണേ വിവാഹവ്യാനദ്ധപ്രഗുണഗുണസംഖ്യാപ്രതിഭുവഃ വിരാജന്തെ നാനാവിധമധുരരാഗാകരഭുവാം ത്രയാണാം ഗ്രാമാണാം സ്ഥിതിനിയമസീമാന ഇവ തേ. നിൻതിരുവടിയുടെ കഴുത്തിൽ കാണുന്ന 3 വരകളെ വർണ്ണിക്കുകയാണ് ഇവിടെ. സംഗീതത്തിലെ ഗതി, ഗമകം, ഗീതം ഇവയിൽ സാമർഥ്യത്തോടു കൂടിയ ദേവി എന്ന് ഇവിടെ സംബോധന ചെയ്യുന്നു. സ്ത്രീകളുടെ സാമുദ്രിക ലക്ഷണശാസ്ത്രപ്രകാരം കണ്ഠത്തിലുള്ള 3 വരകൾ ഐശ്വര്യത്തിൻ്റെ ലക്ഷണമാണെന്ന് പറയുന്നു. വിവാഹകാലം മംഗല്യസൂത്രം ധരിപ്പിച്ചതിനു ശേഷം 3 മടക്കുള്ള മാല ത്രിശിരം എന്നു പറയുന്നു. അതിനെ കൂടി ധരിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട് ഉത്തരദേശങ്ങളിൽ. നിൻതിരുവടിയുടെ കണ്ഠത്തിലുള്ള ത്രിവലികളെ ഈ മംഗല്യസൂത്ര സംഖ്യയോട് ഉപമിച്ചിരിക്കുന്നു. അതേപോലെ മധ്യമാവതി, മാളവി, ഭൈരവി മുതലായ രാഗങ്ങൾക്ക് ഉൽപ്പത്തിസ്ഥാനമായ ഷഡ്ജം, മധ്യമം, ഗാന്ധാരം എന്നീ 3 വിധ സ്വരങ്ങളുടെ സ്ഥാനത്തെ ഒന്നിനോടൊന്നു കലർന്നു പോകാതെ നിയമിക്കുന്ന എലുകകൾ പോലെയും നിൻതിരുവടിയുടെ കണ്ഠത്തിലെ ത്രിവലികൾ ശോഭിക്കുന്നു എന്ന് വർണ്ണിച്ചിരിക്കുന്നു. ഗളേ രേഖാസ്തിസ്രോ ഗതിഗമഗീതൈകനിപുണേ വിവാഹവ്യാനദ്ധപ്രഗുണഗുണസംഖ്യാപ്രതിഭുവഃ വിരാജന്തെ നാനാവിധമധുരരാഗാകരഭുവാം ത്രയാണാം ഗ്രാമാണാം സ്ഥിതിനിയമസീമാന ഇവ തേ. ശ്രീ മഹാദേവായ നമഃ. ശ്രീ മഹാദേവ്യൈ നമഃ.